ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. മനോഹരമായ ഒരു പ്രഭാതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സാൻഡ് ബോക്സ് ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഈ മോർണിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ചില വിഷയങ്ങൾ പൊതുവെ പറയേണ്ടതാണ് എന്നും പൊതുവെ മനസ്സിലാക്കേണ്ടതാണ് എന്നുമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചില ദിവസം ട്രെയിനിങ്ങിനെ ഇഷ്ടപ്പെടുന്ന, ജീവിതത്തിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്ന, അവസരങ്ങളുടെ പുതിയ ലോകം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന പലരും കടന്നു വരാറുണ്ട്. ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എത്തിയവർക്കും എത്താനിരിക്കുന്നവർക്കും അഡ്വാൻസായി സാൻഡ് ബോക്സിന്റെ ഹൃദ്യമായ വെൽക്കം നൽകുന്നു. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സക്സസ് ഫോർമുല എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ കേൾക്കുന്ന മനോഹരമായ ഇൻസ്പയറിംഗ് ടോക്കുകൾ, നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനിച്ച പല വ്യക്തികൾ, അവരെല്ലാം നമ്മളോട് പറയാതെ പറയുന്ന ഒരു വാക്കുണ്ട്: ഇത് നിങ്ങൾക്കും സാധ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഈ വിജയം സാധ്യമാണ് എന്ന് ഓരോ ആളുകളും അവരുടെ സംസാരം നമ്മളെ വല്ലാതെ ഇൻസ്പയർ ചെയ്തു എന്ന് പറയുമ്പോൾ ഏതോ ചില രംഗത്തെ മാറ്റങ്ങളാണ് അത് നമുക്ക് നൽകുന്ന പ്രചോദനം. ചില വ്യക്തികളുമായുള്ള ഇന്ററാക്ഷൻ നമുക്ക് നൽകുന്ന മെസ്സേജ് ഞാൻ എൻ്റെ ആരോഗ്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധാലുവാകേണ്ടതാണ് എന്നതാണ്. ചില ഫൈനാൻസ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാകുന്ന ബോധ്യം ഞാൻ ഒന്നുകൂടി ഫൈനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആവേണ്ടതാണ് എന്നതാണ്. ഓരോ രീതിയിൽ ഓരോരുത്തരുമായി സംസാരിക്കുമ്പോൾ സുനിത വില്യംസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തിരിച്ചുവരവ് ലോകം ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കെന്തു പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന ചോദ്യത്തിന് നമുക്കെല്ലാവർക്കും, ഏത് പ്രായക്കാരാണെങ്കിലും, ഏത് നാട്ടുകാരാണ് എങ്കിലും, ഏത് പ്രൊഫഷനിൽ കഴിയുന്നവരാണ് എങ്കിലും, നമുക്കൊക്കെ അതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനുമുണ്ട്. നമ്മൾ ചില ആളുകളെ പേഴ്സണലി മീറ്റ് ചെയ്യുമ്പോൾ, പരിചയപ്പെടുമ്പോൾ നമുക്ക് തന്നെ തോന്നും അവരുടെ ചില ശീലങ്ങൾ എൻ്റെ ജീവിതത്തിലും പകർത്തേണ്ടതാണ് എന്ന്. അവരുടെ ചില പഠന രീതികൾ നമുക്കും ഫോളോ ചെയ്യേണ്ടതാണ് എന്നുള്ളത്. ചില വ്യക്തികളുടെ വളരെ വൈഡായ റിലേഷൻഷിപ്പ് കാണുമ്പോൾ, ഒരുപാട് വലിയ നെറ്റ്വർക്കിംഗ് സ്കില്ല് കാണുമ്പോൾ അത് എനിക്കും കോപ്പി ചെയ്യാവുന്നതാണ്, നമുക്കും അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പല കാര്യങ്ങളും. ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ചില വ്യക്തികൾ കടന്നു വരുന്നു. ആ വ്യക്തികൾ ഫിസിക്കലി നമ്മളെ ഇൻസ്പയർ ചെയ്തതായിരിക്കാം. ഞാനും അങ്ങനെ ആയിരുന്നുവെങ്കിൽ, എനിക്കും അത് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, എനിക്കും ആ കഴിവ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകളുടെ നേരത്തെ സൂചിപ്പിച്ച മനോഹരമായ വീഡിയോകൾ എടുത്തു നോക്കിയാൽ അവയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട മാറ്റത്തെ അവർ വളരെ മനോഹരമായി അവതരിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് പല രംഗങ്ങളിലും വിജയിച്ച ആളുകൾ. ആ വിജയിച്ച ആളുകളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പം ഒരാള് IAS വേണ്ടി സെലക്ഷൻ കിട്ടിയ ആളാണ് എങ്കിൽ, ലോകത്തെ ഏറ്റവും നമ്പർ 1 ബിസിനസ്സുകാരായ വ്യക്തികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് എങ്കിൽ, അവരോടൊക്കെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഭാഗം ഇതാണ്: നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ നേടാൻ സാധിച്ചു? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമായത്? അപ്പോൾ അവർ ഒരിക്കലും ഒരാളും സംസാരത്തിൽ അതൊക്കെ ഭാഗ്യം പോലെ കിട്ടിയതാണ് എന്ന് ഒരാളും പറയാറില്ല. അവരെല്ലാവരും പറയുന്ന ചില ചുവടുവെപ്പുകളുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധ്യമായി എന്ന ചോദ്യത്തിന് ഏതെങ്കിലും ഒരു ദിവസമോ ഒരു കൺസേൺ പീരീഡിലോ അവർ ചെയ്ത കാര്യങ്ങളല്ല അവരാരും എടുത്തു പറയാറുള്ളത്. മറിച്ച് എല്ലാവരുടെയും ഭാഷ്യം എന്താ? എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ശീലമുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഫോളോ ചെയ്യാറുണ്ട്, ഞാൻ എല്ലാ ദിവസവും ഇതിനു വേണ്ടി സമയം മാറ്റിവെക്കാറുണ്ട്. കേരളത്തിലെ എത്രയോ ഫിലിം ആക്ടേഴ്സ് പല സമയത്തും ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു. പക്ഷെ മമ്മൂട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോ ലക്ഷക്കണക്കിന് ആളുകളാണ് 24 മണിക്കൂർ കൊണ്ട് അതിനെക്കുറിച്ച് വന്ന പല വീഡിയോസുകളും കണ്ടത്. അതിന്റെ കാരണം എന്താ? ഇയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആവാനുള്ള ഒരു സാധ്യതയില്ലല്ലോ എന്ന് മലയാളിയുടെ ഒരു പൊതുബോധം അവനോട് തന്നെ പറയുന്നുണ്ട്. അത് എവിടെ നിന്ന് കിട്ടിയതാ? അദ്ദേഹത്തിന്റെ ചില ശീലങ്ങൾ അദ്ദേഹം നിരന്തരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കൊണ്ടുണ്ടായ ഒരു ഫീലിങ്സിന്റെ ഭാഗമാണിത്.
നമ്മളും ചില ആളുകളിൽ നിന്ന് കോപ്പി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, എനിക്കും ആ ഒരു കഴിവുണ്ടായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഹാബിറ്റിനെ അല്ല, മറിച്ച് ചില നേടണമെന്ന് ആഗ്രഹിക്കുന്ന ചില സ്കില്ലുകളെയാണ്, കഴിവുകളെയാണ്. നമ്മൾ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ചില ആളുകളുടെ പെർഫോമൻസ് കാണുമ്പോൾ, ചില ആളുകളുമായുള്ള ഇന്ററാക്ഷൻ കാണുമ്പോൾ, നമ്മുടെ അത്ര കാലം തന്നെയാണല്ലോ ആ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിച്ചത്. അവർക്ക് എങ്ങനെ ഇത്ര വലിയ കോണ്ടാക്ട് കിട്ടി? ഞാന് ഈ ഒരു മാസത്തിനിടെ ഒരു വ്യക്തിയുമായി സംസാരിച്ചു. അദ്ദേഹം ഒരു ആഡ് കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ അദ്ദേഹവുമായി ഫിസിക്കലി 2 തവണ മീറ്റ് നടത്തി. അദ്ദേഹത്തിന്റെ മൊബൈലിനകത്ത് 1,06,000 ആളുകളുടെ ഫോൺ നമ്പർ പേരെഴുതി സേവ് ചെയ്തതാണ്. അപ്പൊ ഒരു സംശയം ബാക്കി. അദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ല എന്നുള്ളത്. കാരണം അത്രയും കൂടുതൽ ആളുകളുടെ പേരെഴുതി ഫോൺ നമ്പർ സേവ് ചെയ്യണം. ആ ആളുകളെ പേഴ്സണലായി കണക്ട് ചെയ്യുന്നുവെങ്കിൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എല്ലാ ആളുകൾക്കും മാസത്തിൽ ഒരു തവണ എന്റെ മെസ്സേജ് ചെല്ലും. മാസത്തിൽ ഒരു തവണ ഈ മുഴുവൻ ആളുകൾക്കും എന്റെ മെസ്സേജ് ചെല്ലും. ആ മെസ്സേജ് വിടാൻ എനിക്ക് സ്റ്റാഫ് ഉണ്ട്. ഈ മൊബൈലിലെ ഈ നമ്പേഴ്സ് ജിമെയിൽ സിൻക്രണൈസ്ഡ് ആണ്. അത് സ്റ്റാഫ് ആ സിൻക്രണൈസേഷനിൽ നിന്ന് അവരവർക്ക് മെസ്സേജ് അയക്കുന്നു. അദ്ദേഹം ഒരു ബിസിനസ് കോൺസെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ആ ബിസിനസ് കോൺസെപ്റ്റ് മറ്റൊന്നുമല്ല, അദ്ദേഹം ഉണ്ടാക്കിയ പല സിസ്റ്റവും ഈ പ്ലാറ്റ്ഫോം ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് എന്താ? 1,00,000 വരുന്ന അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്. അവർക്ക് എന്തൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നോ, അവരിലൂടെ എന്തൊക്കെ സെല്ല് ചെയ്യാൻ പറ്റുന്നോ, അതാണ് അദ്ദേഹം കണ്ടെത്തുന്ന അവസരം എന്നുള്ളത്. കൊറോണ കാലത്ത് ഞാനുള്ള ഒരുപാട് ഗ്രൂപ്പില് അദ്ദേഹത്തിന് മറുപടി ഒരുപാട് ഗ്രൂപ്പിലെ നമ്പറുകളൊക്കെ എടുത്ത് അവർക്ക് പേഴ്സണലി മെസ്സേജ് വിട്ടു. അവരെ പരിചയപ്പെട്ടു. ഞാൻ ഇന്ന ഗ്രൂപ്പിലുള്ള വ്യക്തിയാണ്. നിങ്ങൾ ആരാണ്? ഞാൻ ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ പരിചയപ്പെട്ട് അവരുടെ അടുക്കൽ ഇദ്ദേഹത്തിന്റെ നമ്പർ സേവ് ചെയ്യിപ്പിച്ച് ഈ 1,00,000 കമ്മ്യൂണിറ്റിയെ വെച്ച് അദ്ദേഹം ഇന്ന് പല ടീമുകളുമായി കൊളാബറേറ്റ് ചെയ്യുന്നു, അസോസിയേറ്റ് ചെയ്യുന്നു. നമ്മളൊക്കെ പരിചയപ്പെടുന്ന കുറെ ആളുകളിൽ നിന്ന് പകർത്താൻ നമുക്ക് ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ചോദ്യം 3 പകർത്തേണ്ട കാര്യങ്ങൾ. എന്റെ ലൈഫിൽ ഞാൻ നേടണമെന്ന് ആഗ്രഹിക്കുന്ന 3 സ്കില്ലുകൾ. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അതിന്റെ കൂടെ ചാറ്റ് ബോക്സിൽ ഇടാം. എന്റെ ലൈഫിൽ ഏറ്റവും പ്രയോറിറ്റി ഞാൻ കാണുന്ന, ഞാൻ ഇംപ്രൂവ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന 3 സ്കില്ലുകൾ ഇതൊക്കെയാണ്. ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ ഞാൻ ഉദ്ദേശിച്ച വലിയ ഒരു പെർഫോമൻസിലേക്ക്, വലിയ ഒരു ലക്ഷ്യത്തിലേക്ക്, എന്റെ ലക്ഷ്യത്തിന്റെ ഫുൾഫിൽമെന്റിന് ഈ 3 കഴിവുകൾ എനിക്ക് ഉപകരിക്കും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന 3 സ്കില്ലുകൾ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാം. അതോടൊപ്പം നിങ്ങളത് നോട്ട് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്കില്ലുകൾ. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു സുഹൃത്ത്, സോഷ്യൽ മീഡിയയില് അദ്ദേഹത്തിന് 10,000-കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. നിരന്തരമായി വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോയിലൂടെ നല്ല ബിസിനസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടെക്കി ഓറിയന്റഡ് ആയ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഫിസിക്കൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ ഒരു വേദിയിൽ കയറി 1 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് കോൺഫിഡന്റ് ഇല്ല. ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നു. വീഡിയോ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീഡിയോഗ്രാഫർ മാത്രമേ ഉള്ളൂ. എന്നാൽ വേറെ കുറെ ആളുകൾ, ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിലും നൂറുകണക്കിന് ആളുകളുടെ മുമ്പിലും മണിക്കൂറുകൾ സംസാരിക്കുന്നു. പക്ഷെ സ്വന്തം ക്യാമറ വീഡിയോ ഓൺ ചെയ്താൽ 1 മിനിറ്റ് സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. താങ്ക് യു ഷാരൂഖ് സാർ. കൺസിസ്റ്റൻസി, നെറ്റ്വർക്കിംഗ് സ്കിൽ, സോഷ്യൽ മീഡിയ സ്കിൽ. താങ്ക് യു. നിങ്ങളുടെ 3 സ്കില്ലുകൾ നിങ്ങൾ എഴുതി വെച്ചാലും നിങ്ങൾ ഷെയർ ചെയ്താലും ഇല്ലെങ്കിലും നമ്മളൊക്കെ ജീവിതത്തിൽ പല സമയങ്ങളിലായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇനി ഓരോ ആളുകളും നിങ്ങളുടെ ബുക്കിലാണ് നോട്ട് ചെയ്തത് എങ്കിലും നിങ്ങൾ എഴുതി വെച്ച ഈ 3 കാര്യങ്ങൾ ഇന്നോ ഇന്നലെയോ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ആഗ്രഹങ്ങളല്ല. പല കാലങ്ങളിൽ പല സാഹചര്യങ്ങളിലായി പല ആവശ്യങ്ങളും വന്ന സമയത്ത് നമ്മുടെ മനസ്സിനൊരു ബോധ്യം വന്നു. ഓ, ഇത് ഞാൻ കുറെ മുൻപേ തീരുമാനിച്ചതാണ്. താങ്ക് യു സുധീർ സാർ. ഇത് ഞാൻ കുറെ മുൻപേ തീരുമാനിച്ചതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? അതെനിക്ക് റെഡിയാക്കാൻ പറ്റിയില്ലല്ലോ
യെസ്, താങ്ക് യു സനൽ സാർ. അതെനിക്ക് റെഡിയാക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയുള്ള ഫീലിങ്സ് ഓരോ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല സമയത്തും നമുക്ക് തോന്നാറുണ്ട്. ഇനി അതിനുള്ള സൊല്യൂഷൻ ആണ് ഇന്നത്തെ സക്സസ് ഫോർമുല. ഒരുപക്ഷെ സക്സസിന് ഒരുപാട് ഫോർമുലകൾ നമ്മൾ പല രീതിയിൽ കേൾക്കാറുണ്ട്. എന്നാൽ സക്സസ് ഫോർമുല പല രീതി നമ്മുടെ കൺസിസ്റ്റൻസി നേരത്തെ ഷെയർ ചെയ്തു. പല രീതിയിലാണ് ആളുകൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനു വേണ്ടി മാത്രം 15 ദിവസമേ ഗൾഫിൽ പോകാനുള്ളൂ. ലാംഗ്വേജ് പഠിക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ എന്റെ മുമ്പിലില്ല. അവർ 10 ദിവസത്തെ ക്രാഷ് പ്രോഗ്രാമിന് പങ്കെടുക്കുന്നു. അത് ഒരു നീഡ് ഓഫ് അവറിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കേസുകളാണ്. എല്ലാ സ്കിൽ അക്വിസിഷനിലും നമുക്ക് ഒരിക്കലും അതുപോലെ ഫോളോ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഡെയിലി റൂട്ടീനെ ബാധിക്കാത്ത, എന്നാൽ നമ്മുടെ ഷെഡ്യൂളിലേക്ക് ആഡ് ഓൺ ചെയ്യാവുന്ന ഒരു പാറ്റേൺ. ആ പാറ്റേണിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിന്റെ പേര് 1% ഗ്രോത്ത് എന്നതാണ്. 1% ഗ്രോത്ത്, 1% ചേഞ്ച്, 1% ഷിഫ്റ്റ്. എങ്ങനെയും നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഒന്നുകൂടി ഭംഗി ഗ്രോത്ത് ആണ്. കാരണം ചേഞ്ച് ആകുന്നത് ഗ്രോത്തിലേക്ക് ആയിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ടാർഗറ്റ് കൃത്യമായി ഗ്രോത്ത് ആണ് എങ്കിൽ അതാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം. 1% ഗ്രോത്ത്. എന്താണ് 1% ഗ്രോത്ത്? കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഖത്തർ എയർപോർട്ടിലേക്ക് പോവേണ്ട വിമാനം ഒരു ചെറിയ 2 സെന്റിമീറ്റർ ലെഫ്റ്റ് ടേൺ ചെയ്തിട്ടാണ് പോകുന്നത് എങ്കിൽ അത് അവിടെ എത്തുമ്പോഴേക്കും മിക്കവാറും ഖത്തറിലെത്തേണ്ട വിമാനം സൗദിയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഒരു ചെറിയ ചേഞ്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ഒരു ലോങ് ടേമിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്നുള്ളത് വളരെ വലുതാണ്. ഇതാണ് 1% ഗ്രോത്ത്. എന്റെ ലൈഫിൽ ഇപ്പോ കുറെ പേര് മെസ്സേജ് വിട്ടത് പ്രസന്റേഷൻ സ്കില്ലാണ്. ആ പ്രസന്റേഷൻ സ്കില്ലിൽ എനിക്ക് 1% ഗ്രോത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇറ്റ് ഈസ് വെരി ഈസി. പക്ഷേ അത്തരം ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ഞാൻ എടുക്കാതിരുന്നാൽ പല തവണയും എന്റെ മനസ്സിൽ ശരിയാണ്, പ്രസന്റേഷൻ ഞാൻ എംപവർ ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ്, ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ്. പക്ഷെ എന്തു ചെയ്യാം, അതിനുള്ള അവസരമില്ല, അതിനുള്ള വേദിയില്ല, അതിനുള്ള സാഹചര്യമില്ല, അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. പല രീതിയിൽ നമുക്ക് അതിനെ ഒബ്ജക്ഷൻ പറയാൻ കഴിയും. പക്ഷെ എങ്ങനെ നമുക്ക് ചേഞ്ച് ആവാം? 1% ഗ്രോത്ത് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരു ദിവസം ഞാൻ അതിനു വേണ്ടി 5 മിനിറ്റ് മാറ്റി വെക്കുന്നു. ആ 5 മിനിറ്റ് നമുക്ക് ലൈഫിലില്ലേ? ഉണ്ട്. എത്രയോ 5 മിനിറ്റുകൾ നമുക്ക് മാറ്റി വെക്കാനുണ്ട്. പക്ഷെ അത്തരം ഒരു ടാർജറ്റ് നമുക്കില്ല. ഇന്നലെ ഒരു സുഹൃത്ത് എന്റെ അടുക്കൽ വന്നു, വീട്ടിൽ വന്ന് കുറെ സംസാരിച്ചു. ഗൾഫിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, അതിനെ പറ്റി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പറയണം എന്നൊക്കെ പറഞ്ഞ് കുറെ വിഷയം സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് 2 സ്കില്ലുകൾ എന്തായിരുന്നാലും നിങ്ങൾ പ്ലാൻ ചെയ്ത് പോകാനാകുന്നതിന് മുമ്പ് ഒരു 100 ഡേയ്സ് നിങ്ങൾക്ക് കിട്ടും. ഈ 100 ഡേയ്സിനിടയിൽ നിങ്ങൾ 2 സ്കില്ല് നേടണം. അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ് ഉള്ള 2 സ്കില്ലുകൾ ഞാൻ പറഞ്ഞു. രണ്ടും ഇപ്പോ എന്റെ കയ്യിലില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഞാനത് എങ്ങനെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാം, അതിനുള്ള 2-3 പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞത്, ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയുന്ന വിഷയം തന്നെയാണ്. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നടന്നില്ല? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നില്ല എന്നത് മാത്രമാണ് അതിന്റെ കാരണം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞ ഒരു വലിയ വിഭാഗം ആളുകൾ അവരേതെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് എടുത്ത് തിരിച്ചു വരുമ്പോൾ പലപ്പോഴും പറയുന്ന, നമ്മൾ കേൾക്കുന്ന ഒരു കേസാണ്, ഓക്സിജൻ ലെവൽ കുറവാണ്. ഹലോ, ആം ഐ കറക്റ്റ്? ഓക്സിജൻ ലെവൽ കുറവാണ്, ബ്രീത്തിങ് ലെവൽ കുറവാണ്. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു കമന്റ് ആണ്. അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താ? ഒരു ദിവസം അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി 3 ലോങ് ബ്രീത്തിങ് എടുത്താൽ, ഇത് വലിയൊരു സൊല്യൂഷനാണ് ഈ വിഷയത്തിൽ. ഒരു ദിവസം അറിഞ്ഞുകൊണ്ട് 3 ലോങ് ബ്രീത്തിങ് എടുത്താൽ, ആ വിഷയത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിനകത്ത്. ഒരു ദിവസം അറിഞ്ഞുകൊണ്ട് 3 ലോങ് ബ്രീത്ത് എടുത്താൽ അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട്, ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണോ? ഒരിക്കലുമല്ല. ആദ്യമായിട്ട് എഴുതുകയാണോ? നെവർ. പിന്നെ എന്തേ സംഭവിച്ചത്? ഓ, ഏതോ ചില അപകട വാർത്തകൾ, മരണ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ എടുക്കുന്ന ഒരു ലോങ് ബ്രീത്ത് ഉണ്ട്. ഓ, അത് അവിടെ കൊണ്ട് അവസാനിച്ചു, ഉള്ള ശ്വാസം പോകുന്ന രീതിയിൽ. അതല്ലാതെ അറിഞ്ഞുകൊണ്ട് മോർണിംഗിൽ ഫ്രഷ് എയറിൽ ഒരു 3 ലോങ് ബ്രീത്തിങ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ ആ തോട്ട് പ്രോസസ് ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യത്തിലാണ് നമുക്ക് ഇതുപോലെ ഒരു 1% ഗ്രോത്ത് ഏറ്റവും മിനിമം ആവശ്യമുള്ളത്? ഒന്നാമത്തെ കാര്യം, നമുക്ക് ആവശ്യമുള്ള 3 സ്കില്ലാണ് എങ്കിൽ
ഇപ്പൊ ഞാനിന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ കേൾക്കാത്തോ അറിയാത്തോ ആയ കാര്യങ്ങളല്ല. പക്ഷേ അത് കൺസിസ്റ്റൻസി എന്ന ഒരു സ്പേസിലേക്ക് അതിനെ കൊണ്ടുപോവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കിണറിലെ വെള്ളം കോരുന്ന കയറ് 1 വർഷത്തിലോ 2 വർഷത്തിലോ കൂടുമ്പോ അത് മാറ്റും. കാരണം എന്താ? ഓരോ ദിവസം അത് ചെറിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുമ്പോ, ആ ചെറിയ രീതിയിലുള്ള ഉപയോഗം അതിന് തേയ്മാനം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആ വെള്ളം കോരുന്ന കപ്പിയിൽ നോക്കിയാൽ അത് വളരെ മനോഹരമായി തിളങ്ങി ഡിസൈൻ ചെയ്ത് നിൽക്കുന്നു. കാരണം എന്താ? എല്ലാ ദിവസവും അതിനൊരു ഓയിലിംഗ് അവിടെ നടക്കുന്നു. അല്ലെ എല്ലാ ദിവസവും അതിനൊരു വർക്കിംഗ് അവിടെ നടക്കുന്നു. ഒരു 3 മാസം അല്ലെ 6 മാസം നിങ്ങൾ ഉപയോഗിക്കാതെ ആ കപ്പിയിൽ ആ റോപ്പ് പോയി വലിക്കാൻ ശ്രമിച്ചാൽ അത് നമുക്ക് ഏറെ റിസ്ക് അനുഭവപ്പെടുന്നു. കാരണം 3 മാസം അത് വർക്കൗട്ട് ചെയ്തില്ല എന്നത് മാത്രമാണ് അതിന്റെ വിഷയം. ഇത് തന്നെയാണ് നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ. അറിയാതെ തല പെട്ടെന്നൊന്ന് ഒരു ഭാഗത്തേക്ക് ട്വിസ്റ്റ് ചെയ്തു. ഓ! ഇവിടെ ആകെ പെയിന് വന്നു. കഴുത്തിന് നീര് വന്നു. കാരണം എന്താ? ആ കഴുത്തിന്റെ മുകളിൽ ആ തല കിടക്കുന്നുണ്ട്. പക്ഷെ 6 മാസമായി ഒരു ഭാഗത്തേക്കൊന്ന് സ്പീഡായിട്ട് ടേൺ ചെയ്തിട്ട്. അങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മുടെ ഫിസിക്കലിന് നമ്മൾ എന്ത് ചെയ്തില്ല? ചെയ്തു കൊടുത്തില്ല. നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് 3 സ്കില്ലുകളാണ്. ആ 3 സ്കില്ലുകളെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഈ 3 സ്കില്ലിൽ ഞാൻ 100 ഡേയ്സ് കൊണ്ട് ഒരു 35% ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യും. ഈ 3 സ്കില്ലിൽ 100 ഡേയ്സ് കൊണ്ട് ഞാൻ 35% ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഞാനിവിടെ സെലക്ട് ചെയ്യേണ്ട 3 സ്കില്ലുകൾ ഏതാ? വാട്ട് ഈസ് മൈ പ്രൊഫഷൻ? വിച്ച് ഈസ് മൈ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ്? എന്റെ ഗ്രോത്തിന് വേണ്ടി, എന്റെ പേഴ്സണൽ പെർഫോമൻസിന് വേണ്ടി, എന്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസിന് വേണ്ടി, എന്റെ ബിസിനസ് പെർഫോമൻസിന് വേണ്ടി എനിക്ക് ഏറ്റവും റിക്വയർമെന്റ് ഉള്ള 3 കാര്യങ്ങൾ എന്താണ്? ആ 3 സ്കില്ലുകൾക്ക് ഒരു ദിവസം ഞാൻ എടുക്കാവുന്ന 1% ഗ്രോത്ത് എന്താണ്? ഒരു ഉദാഹരണം, പ്രസന്റേഷൻ സ്കിൽ എന്ന് സുധീർ സാർ പറയുന്നു. സാർ ഇട്ടൊരു മെസ്സേജാണ്. എങ്ങനെ നമ്മുടെ പ്രസന്റേഷൻ ക്ലാരിറ്റി വരുത്താം? എന്റെ സംസാരവും ചില അക്ഷരങ്ങൾക്കും ഒന്നും നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ ഒരു കാര്യമാണ് വോയിസ് ടൈപ്പിംഗ് എന്നുള്ളത്. വോയിസ് ടൈപ്പിംഗ്. വാട്സപ്പിലെ വോയിസ് ടൈപ്പിംഗ്. ആ വോയിസ് ടൈപ്പിംഗ് ചെയ്താല് എന്താണോ വൃത്തിയുള്ള, ശുദ്ധിയുള്ള, കൃത്യമായ ക്ലാരിറ്റിയോട് കൂടിയ പ്രൊനൗൺസിയേഷൻ അത് വന്നെങ്കിൽ മാത്രമേ എനിക്ക് അത് നൽകുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ വാക്കുകളാണ് വരിക. ആദ്യകാലത്ത് അത് ഏറ്റവും പ്രയാസകരമായിരുന്നു. പക്ഷെ എല്ലാ ദിവസവും ഞാൻ എന്റെ വോയിസ് ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്തപ്പോ എന്റെ വോയിസ് ടൈപ്പിങ്ങും എന്റെ മൊബൈലും അല്ല നന്നായത്. എന്റെ വോയിസിന്റെ ക്ലാരിറ്റിയും അക്ഷരങ്ങളുടെ ക്ലാരിറ്റിയുമാണ് കൂടുതൽ മനോഹരമായത്. കാരണം അതൊരു ഒഴുക്കിന്റെ കൃത്യതയുള്ള പ്രാക്ടീസായി മാറിയപ്പോ എന്റെ വാക്കുകൾക്ക് ഒന്നുകൂടി ശുദ്ധിയും വൃത്തിയും വന്നു എന്നതാണ്. ഇത് കൺസിസ്റ്റൻസ് ആയി ഞാൻ ചെയ്തപ്പോ ഉണ്ടായ എന്റെ പേഴ്സണൽ ലൈഫിലുണ്ടായ ഒരു ഇമ്പാക്റ്റ് ആണ്. എന്റെ വോയിസുകൾ എന്റെ വീഡിയോകൾക്ക് അത്ര ഒരു പഞ്ചിങ് പോരാ എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോഴാണ് എന്റെ ട്രെയിനേഴ്സിന്റെ ട്രെയിനിങ് ഗ്രൂപ്പുകളിൽ ഞാൻ എല്ലാ ദിവസവും 1 മിനിറ്റിന്റെ ഓഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. എല്ലാ ദിവസവും 1 മിനിറ്റിന്റെ ഓഡിയോ ഷെയർ ചെയ്തു. ആ 1 മിനിറ്റ് നല്ല പഞ്ചിങ്ങുള്ള, കേൾക്കുന്നവർക്ക് നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ആവുന്ന രീതിയിലേക്ക് ഞാൻ ആ 1 മിനിറ്റിന്റെ സംസാരത്തെ പ്ലാൻ ചെയ്തു. കുറെ കഴിഞ്ഞപ്പോ ആ 1 മിനിറ്റ് അല്ല, എല്ലാ മിനിറ്റുകളും ഈ 1 മിനിറ്റിന്റെ പെർഫോമൻസിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോ നമുക്ക് ആവശ്യമുള്ള, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന, മറ്റുള്ളവരിൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിലൂടെ നമ്മുടെ പേഴ്സണലി സക്സസിന് വലിയ ഗ്രോത്ത് നൽകാൻ കഴിയുന്ന 3 സ്കില്ലുകൾ. ആ 3 സ്കില്ലുകളെ നമ്മൾ അനാലിസിന് വിധേയമാക്കുക. എനിക്ക് വേണ്ടത് എക്സാമ്പിളിന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും പ്രധാനമായതും ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും നീഡ് ഓഫ് അവർ ആയതുമായ ഒരു കാര്യമാണ് പ്രസന്റേഷൻ സ്കിൽ. എന്തുകൊണ്ട്? പഴയ കാലത്ത് ബ്രാൻഡിങ് എന്ന് പറഞ്ഞ എക്സ്പേർട്ടുകൾ വേറെയായിരുന്നു. ഇന്ന് ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ ഒരു വീഡിയോ, ആ വീഡിയോ ലോകത്തെ ഏറ്റവും മികച്ച ബിസിനസ്സുകാരൻ ആരാണ്? ആ ബിസിനസ്സുകാരൻ ഏറ്റവും മികച്ച ബിസിനസ്സുകാരനാണ് എന്നതോടൊപ്പം അദ്ദേഹം ഒരു പേഴ്സണൽ ബ്രാൻഡ് കൂടിയാണ്. Am I correct? കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ആരാണ്? ആ ബിസിനസ്സുകാരൻ എന്നതോടൊപ്പം അദ്ദേഹം ഒരു പേഴ്സണൽ ബ്രാൻഡ് കൂടിയാണ്. നേരത്തെ ബ്രാൻഡ് വേറെയും ബിസിനസ് ഓണേഴ്സ് വേറെയുമായിരുന്നു. ബിസിനസ് ഓണേഴ്സ് അവരുടെ ബിസിനസിന്റെ വിസിബിലിറ്റിക്ക് വേണ്ടി ബ്രാൻഡ് ഓണേഴ്സിനെ വിളിക്കുമായിരുന്നു. ഇന്ന് കോർപ്പറേറ്റ് വേൾഡിലെ ഏറ്റവും നല്ല ബിസിനസ്സുകാർ, ഏറ്റവും നല്ല ഓണ്ടർപ്രണേഴ്സ്
അവർ തന്നെയാണ് ആ ബിസിനസിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ്. അവർ തന്നെയാണ്. ഈസ് ഇറ്റ് കറക്റ്റ്? കേരളത്തിൽ ഒരുപാട് ബ്രാൻഡുകൾക്ക് ഒരുപാട് ബ്രാൻഡ് അംബാസഡേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മൈജിക്ക് 3 ബ്രാൻഡ് അംബാസഡേഴ്സ് ഉണ്ട്. എന്നാൽ ലുലുവിന് ആരെങ്കിലും ബ്രാൻഡ് അംബാസഡറിനെ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടില്ല? ആ വ്യക്തി ഒരു ബ്രാൻഡാണ് എന്നതാണ്. അതിന്റെ ഓണർ ഒരു പേഴ്സണൽ ബ്രാൻഡാണ്. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുന്നു, മാർക്കറ്റിംഗ് കോമ്പറ്റീഷൻ വന്നപ്പോഴാണ് ബ്രാൻഡിങ് വന്നത്. അപ്പോഴാണ് ബ്രാൻഡ് എക്സ്പേർട്ടുകൾ വന്നത്. ഇന്നത് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അസ്തമിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സോഷ്യൽ മീഡിയയാണ്. എല്ലാവർക്കും എല്ലാവരുടെ മുൻപിലേക്കും. നേരത്തെ എന്തുകൊണ്ടാണ് ഫിലിം ആക്ടേഴ്സ് ബ്രാൻഡുകളായി മാറിയത്? അവരെ സ്ക്രീനിലുള്ളായിരുന്നു. അവരെ മാത്രമേ, ആ മുഖം മാത്രമേ ആളുകൾ നിരന്തരമായി കാണുന്നുള്ളായിരുന്നു. കാരണം ടെലിഫിലിമുകളായിരുന്നു, ചെറിയ സ്ക്രീനുകളായിരുന്നു ആളുകളുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ടെലിവിഷനുകളല്ല, മൊബൈലുകളാണ്. മൊബൈലിനകത്ത് ആരാണോ നിരന്തരമായ ഒരാളുടെ അടുക്കലേക്ക് വരുന്നത്, ആ ആളുടെ അടുക്കലേക്ക് വരുന്നവർക്കൊക്കെ ബ്രാൻഡായി മാറാൻ പറ്റും. നമ്മളും ഒരു ബ്രാൻഡാണ്, ഒരു സെമി ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഒരു മൈക്രോ സെലിബ്രിറ്റിയാണ്, ഒരു പ്രീമിയം ബ്രാൻഡായി മാറേണ്ടവരാണ്. അങ്ങനെയായി മാറേണ്ടവർ നിരന്തരമായി ഫോക്കസ് ചെയ്യേണ്ട 2 സ്കില്ലുകൾ, ഒന്നാമത്തേത് പ്രസന്റേഷൻ സ്കില്ലും രണ്ടാമത്തേത് ക്യാമറ ഫോക്കസിങ് സ്കില്ലുമാണ്. പ്രസന്റേഷൻ സ്കില്ല് എങ്ങനെയാണ് വൃത്തിയായി മനോഹരമായി മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ കഴിയുക. രണ്ടാമത്തേത് ആ പ്രസന്റേഷനെ എങ്ങനെയാണ് ക്യാമറയിലൂടെ, ഫോക്കസിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുക. ഈ 2 സ്കില്ലുകളെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. മൂന്നാമത്തേത് നിങ്ങൾ സെലക്ട് ചെയ്ത ഒരു ആഡ് ഓൺ സ്കില്ല് കൂടി നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്യാം. ഈ 3 സ്കില്ലുകളെ എങ്ങനെയാണ് നമ്മൾ 1% ഗ്രോത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുക. ആ 1% ഗ്രോത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ 3 സ്കില്ലിനെയും നമ്മൾ നോട്ട് ചെയ്യുക. ഈ സ്കില്ലിൽ ഞാൻ എംപവർ ആവണമെന്നുണ്ട് എങ്കിൽ ഞാൻ ഡെയിലി റൂട്ടീനിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? എല്ലാ ദിവസവും, ഫോർ എക്സാമ്പിൾ പ്രസന്റേഷൻ ആണ് ചെയ്യേണ്ടത് എങ്കിൽ നമ്മളുടെ പേഴ്സണൽ കോണ്ടാക്റ്റിലുള്ള ആളുകളുടെ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ ദിവസവും 1 മിനിറ്റിന്റെ ഒരു വോയിസ് നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നു. അതൊരു ഓപ്ഷനാണ്. അല്ല എങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മൊബൈൽ ക്യാമറ സെൽഫി ഓൺ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ 1 മിനിറ്റിന്റെ വീഡിയോ മെസ്സേജ് തയ്യാറാക്കുന്നു. അത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അതിന്റെ താഴെ വരും നിങ്ങൾ എന്തൊക്കെ മാറണം എന്നുള്ളത് മലയാളി കാത്തിരിക്കണം ആരെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്തു കൊടുത്താൽ ബാക്കി എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ തിരുത്തേണ്ടത് എന്ന് കൃത്യമായ മെസ്സേജ് നമുക്ക് നൽകും. അത് നമുക്ക് ലഭിക്കും. ഇനിയുള്ള ചോദ്യം, നമ്മുടെ ലൈഫിൽ ഗ്രോത്തിന്, പ്രോഗ്രസിന് അനിവാര്യമാണ് എന്ന് നമുക്ക് ബോധ്യമുള്ള, ഞാൻ ഈ പറഞ്ഞ 2 സ്കില്ലുകളാവാം, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി സെലക്ട് ചെയ്ത 3 സ്കില്ലുകളാവാം. ഈ 3 സ്കില്ലുകൾ ഇന്നത്തെ സെഷൻ കഴിഞ്ഞാൽ നിങ്ങളാണ് നോട്ട് ചെയ്തു വെക്കേണ്ടത്. ഈ 3 സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യാൻ എനിക്ക് എടുക്കാവുന്ന ചെറിയ സ്റ്റെപ്പുകൾ എന്താണ്? 1001 പടികളുള്ള ഏറ്റവും മുകളിലേക്ക് എത്തേണ്ടതിന്റെ ഓരോ സ്റ്റെപ്പും എടുക്കുന്നതിന്റെ മാനദണ്ഡമാണ് നമ്മൾ എന്ന് അവിടെ എത്തും എന്നുള്ളത്. 30 kg വെയിറ്റ് കുറയ്ക്കേണ്ട ടാർഗറ്റ് ഉള്ള ഒരാൾ ഈ 30 kg അല്ല ഒരിക്കലും ഫോക്കസ് ചെയ്യേണ്ടത്, മറിച്ച് 100 gram ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഒരു ചേഞ്ച് ക്രിയേറ്റ് ആവേണ്ടത്? ആ ചേഞ്ച് ക്രിയേറ്റ് ആവേണ്ടതിന്റെ ഏറ്റവും മിനിമം സ്റ്റെപ്പ് എന്നത് 1% ഗ്രോത്ത് ആണ്. ഈ 1% ഗ്രോത്തിൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത ചില ആളുകളുടെ പ്രസന്റേഷൻ കേൾക്കുമ്പോൾ അതിലുണ്ടാകുന്ന ക്ലാരിറ്റിയും പെർഫോമൻസും, അല്ലെങ്കിൽ വാക്കുകളുടെ ഒഴുക്ക്, എന്തൊക്കെയാണോ മറ്റൊരാളിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ഫീൽ ചെയ്യുന്ന ഘടകങ്ങൾ, ഈ ഘടകങ്ങൾ ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ. റോമ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല എന്ന് ഇംഗ്ലീഷിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയുന്ന ഒരു കോട്ടാണ്. റോമ സാമ്രാജ്യം ഒരു ദിനം കൊണ്ടുണ്ടായതല്ല. കാരണം എന്താ? ഒരു കാലത്ത് റോമ സാമ്രാജ്യമായിരുന്നു ലോകത്തിന്റെ ഏറ്റവും വലിയ നെറുകയിൽ നിലനിന്നിരുന്നത്. അവരെ കുറിച്ച് മറ്റു രാജ്യങ്ങൾ വളർച്ചയ്ക്ക് വേണ്ടി പ്രജകളോട് രാജാക്കന്മാർ ആവശ്യപ്പെടുന്ന നൽകിയിരുന്ന ഒരു മെസ്സേജ് കൂടിയാണിത്.
നമ്മുടെ രാജ്യവും വളരും, നമ്മളും ഉയരും, നമ്മളും മുകളിലേക്കെത്തും. വികസ്വര രാജ്യമാണ് എങ്കിൽ വികസിത രാജ്യമാവാൻ, അവികസിത രാജ്യമാണ് എങ്കിൽ വികസിത രാജ്യമാവാൻ ഒരു ദിവസം കൊണ്ട് സാധ്യമാകുന്നില്ല. ഒരു ചെറിയ സ്റ്റെപ്പ്, ഒരു ചെറിയ ഇമ്പാക്റ്റ്, ആ ഇമ്പാക്റ്റ് ആണ് വലിയ റിഫ്ലക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം. വേൾഡിലെ 2-3 ഓർഗനൈസേഷനുകൾ മോഡി ഗവൺമെന്റിന്റെ, ഐ എം നോട്ട് സെയിങ് പൊളിറ്റിക്സ്, മോഡി ഗവൺമെന്റിന്റെ 2ാം തവണ ഗവൺമെന്റ് വരാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറഞ്ഞ 3 പോയിന്റ്സുകളിൽ ഒന്ന്, ആ ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ടോയ്ലറ്റുകൾ വ്യാപകമാക്കുക എന്നുള്ളത്. ഒരുപക്ഷെ അന്ന് അതിനെ ഏറ്റവും അധികം ആക്ഷേപിച്ച് പരിഹസിച്ച് എത്രയോ ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവികസിതമായ ഒരു നമുക്ക് കേരളത്തിൽ നിന്ന് ചിന്തിച്ചാൽ അതിന്റെ ഇമ്പാക്ട് മനസ്സിലാവില്ല. നോർത്ത് ഇന്ത്യയിലേക്ക് പോകണം. അത്തരം ഒരു ഏരിയയിൽ പോയിട്ട് അത് ആ നാടുകളിലെ ആളുകൾക്ക് നൽകിയ ഒരു ആത്മാഭിമാനത്തിന്റെ തരം എത്ര വലുതാണ് എന്നുള്ളത് അത് ആ ഭാഗങ്ങളിൽ സഞ്ചരിച്ച ആളുകൾക്ക് മനസ്സിലാവും. അത്ര വലിയ ഇമ്പാക്റ്റ് ആണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു തലങ്ങളിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരിൽ. ആ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ സ്റ്റെപ്പാണ്. ആ ചെറിയ സ്റ്റെപ്പ് ഒരു ദിനം എടുക്കേണ്ടതല്ല, ഒരു തവണ എടുക്കേണ്ടതല്ല, റിപ്പീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. കാരണം നമ്മുടെ സ്വയംബോധ്യത്തിൽ നിന്നാണ് നമ്മൾ അതിനെ കണ്ടെത്തിയത്. ഈ 3 മേഖലകളിൽ ഞാൻ പെർഫോമർ ആയെങ്കിൽ മാത്രമേ എനിക്ക് വിജയിക്കാൻ സാധിക്കൂ. എങ്കിൽ ഏതൊക്കെയാണ് ഈ 3 മേഖലകൾ? ഫോർ എക്സാമ്പിൾ, ട്രെയിനിങ് രംഗത്തുള്ള ആളുകൾ പലപ്പോഴും ഇതിനകത്ത് അത്തരം കുറച്ച് ആളുകൾ ഉള്ളത് കൊണ്ടാണ് അവർ കൂടി എക്സാമ്പിൾ ചെയ്യുന്നത്. ആഗ്രഹിക്കുന്നതാണ് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഔട്ട് ചെയ്യണം, തീരുമാനിക്കും, ഏതെങ്കിലും ഒരു ആവേശത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ പിന്നെ ഒരു 1.5, 2, 3 മാസം കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് ഒരു റീതിങ്കിങ്ങിന്റെ ഒരു അവസരം ഉണ്ടാവുക. അതെന്തുകൊണ്ടാ? നമുക്ക് അവിടെ കൺസിസ്റ്റൻസി നിലനിർത്താൻ കഴിയാത്തത് കൊണ്ടാണ്. നമ്മൾ ചെയ്യേണ്ട, നമുക്ക് നേടേണ്ട 3 കാര്യങ്ങൾ, 3 സ്കില്ലുകൾ. ആ 3 സ്കില്ലുകളിൽ നിർബന്ധമായി നമ്മൾ എടുക്കേണ്ട 1% ഗ്രോത്തിന്റെ സ്റ്റെപ്പ് എന്താണ്? അതൊരു പക്ഷേ 3 ബ്രീത്തിങ് ആയിരിക്കാം, 20 മിനിറ്റ് വാക്കിംഗ് ആയിരിക്കാം. എന്താണോ നമ്മൾ എടുക്കേണ്ട, അല്ലെങ്കിൽ 1 മിനിറ്റിന്റെ വോയിസ് ഷെയർ ആയിരിക്കാം, 1 മിനിറ്റിന്റെ ഒരു റീൽ ക്രിയേഷൻ ആയിരിക്കാം. എന്താണോ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിനെയാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. പക്ഷെ ആ സ്റ്റെപ്പിന് നമ്മൾ കൺസിസ്റ്റന്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ ഉള്ള ഗ്രൂപ്പിൽ, എന്റെ ടീമുള്ള ഗ്രൂപ്പിൽ, ആ ഗ്രൂപ്പിലേക്ക് എല്ലാ ദിവസവും മോർണിംഗിൽ എന്റെ ഒരു 1 മിനിറ്റ് മെസ്സേജ്, ഒരു വോയിസ് മെസ്സേജ് ഞാൻ ഷെയർ ചെയ്യും. യെസ്, ടെക്സ്റ്റ്. അപ്പോ ഇപ്പൊ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ 60% ആളുകൾ വെരി യൂസ്ഫുൾ, താങ്ക് യു സർ, വെരി എനർജറ്റിക് സെഷൻ. എന്താ, ആർക്കും പരിക്കേൽക്കാത്ത രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വിട്ടാൽ അതിന് ഒരു ഇമ്പ്രൂവ്മെന്റും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. ഏറ്റവും മിനിമം ആ ഗ്രൂപ്പിനകത്ത് ഒരു 50 പേരെങ്കിലും എന്റെ വോയിസ് കേൾക്കാൻ സാധ്യതയുണ്ട്, ഒരു 30 പേരെന്റെ വോയിസ് കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്ന 1 മിനിറ്റ് വോയിസ്, ആ വോയിസ് ഇന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് തുടങ്ങി നോക്കൂ. എല്ലാ ദിവസവും പ്രോഗ്രാം കഴിഞ്ഞാൽ, പ്രോഗ്രാം ഉഷാറായിരുന്നു എന്ന ഫീഡ്ബാക്ക്, പോസിറ്റീവ് കമന്റുകൾ അല്ല വേണ്ടത്. ഇതിൽ നിന്ന് അപ്പൊ നമുക്കവിടെ ഒന്നും ചിന്തിക്കാനില്ല. എല്ലാ ദിവസവും സെയിം വോയിസ് റിപ്പീറ്റ് ചെയ്താൽ മതി. നമ്മളൊരു അനുശോചനത്തിന്റെ സ്റ്റിക്കർ വിടുന്ന പോലെ സ്റ്റോക്ക് ചെയ്ത സാധനം എടുത്ത് അടിച്ചു വിട്ടാൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നും വരുന്നില്ല, വേറെ ഇമ്പ്രൂവ്മെന്റും വരുന്നില്ല. നേരെ മറിച്ച് ഇന്നത്തെ സെഷനിൽ നിന്ന് എന്റെ ലൈഫിൽ ഞാൻ ചേഞ്ച് വരുത്തേണ്ട കാര്യം എന്താണ്, അതിനെ നമ്മൾ ഒരു 5 മിനിറ്റ് തോട്ട് പ്രോസസ്സിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ കിട്ടിയ ഉത്തരം നമ്മളൊരു വോയിസ് ആയിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് കരുതുക. ഈ പാറ്റേൺ നിങ്ങൾ 100 ഡേയ്സ് ഫോളോ ചെയ്താൽ 100 ഡേയ്സ് കൊണ്ട് നിങ്ങൾ ഉണ്ടാകുന്ന വലിയ മാറ്റം, ഒന്ന്, പുതിയ വിഷയങ്ങളെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നു. രണ്ടാമത്തേത്, ഒരു കാര്യത്തെ എങ്ങനെ കൃത്യമായ വാക്കുകൾ ഒതുക്കണമെന്ന സ്ക്രിപ്റ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ 4 ദിവസം മുമ്പ് ഹൈലൈറ്റ് ഓഫീസിൽ പോയപ്പോൾ ലിഫ്റ്റിൽ നിന്ന് 2 ആളുകൾ സംസാരിക്കാം. ഇന്റർവ്യൂ കഴിഞ്ഞതിന്റെ ഡീറ്റെയിൽസ് അവർ പറയാണ്. 30,000 രൂപ ഇല്ലാതെ അവർ ഒരിക്കലും വരാൻ റെഡിയല്ലെന്നാ പറഞ്ഞത്. 25,000 രൂപ വരെ ഇവർ പറഞ്ഞു. എന്തിനായിരുന്നു? കണ്ടന്റ് റൈറ്റിങ്ങിന്. അത്രമാത്രം മാർക്കറ്റ് ഉള്ളതാണ് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ. അത് എവിടുന്ന കിട്ടുക? നമ്മൾ നിരന്തരം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത്, നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഓരോ ദിവസത്തെയും പ്രോഗ്രാം കഴിഞ്ഞാൽ 7:15 ആകുമ്പോൾ
നിങ്ങൾ 1 മിനിറ്റിന്റെ വോയിസ് ഞാൻ 100 ഡേയ്സ് ഫോളോ ചെയ്യും എന്ന് തീരുമാനിച്ചാൽ 100 ദിവസം കൊണ്ട് നമ്മുടെ പെർഫോമൻസ് ലെവൽ മാറും, നമ്മുടെ വോയിസ് ക്ലാരിറ്റി മാറും, നമ്മുടെ നോളജ് ലെവൽ മാറും, നമ്മുടെ തോട്ട് പ്രോസസ് പാറ്റേൺ മാറും. പക്ഷേ നമ്മളെ ചില പറയാൻ കഴിയാത്ത ചിലത് നമ്മുടെ ഉള്ളിൽ നിന്ന് പിടിച്ചു പഠിക്കാം. എന്റെ വോയിസ് ഷെയർ, ചില ആളുകൾ വീഡിയോ ചെയ്യും, വീഡിയോ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും, ഡിലീറ്റ് ചെയ്യും, വോയിസ് ഷെയർ ചെയ്യും, ഡിലീറ്റ് ചെയ്യും. കാരണം എന്താ, നമ്മൾ തന്നെ നമ്മളതിനെ കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു. ഒരിക്കലും നമ്മളതിനെ ഡിലീറ്റ് ചെയ്താൽ ഒരു കാലത്തും നമുക്ക് വോയിസ് ഷെയർ ചെയ്യാനുള്ള കോൺഫിഡൻസും ലഭിക്കില്ല, നമ്മൾ ഒരിക്കലും ഗ്രോത്ത് ആവുകയുമില്ല. 1% ഗ്രോത്ത് ആവണോ, നിങ്ങൾ ഇന്ന് ഒരു വോയിസ് ഷെയർ ചെയ്യുക. ആ വോയിസ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ വാട്സപ്പിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് 100 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്ന വോയിസും നിങ്ങൾ രണ്ടും തമ്മിലൊന്ന് കമ്പാരിസൺ നടത്തി നോക്കുക. നമ്മൾ അറിയാതെ നമ്മളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിന്റെ ആഴം എത്ര വലുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇത് നേരത്തെ ട്രെയിനേഴ്സിന്റെ ഗ്രൂപ്പിലൊക്കെ പല പ്രോഗ്രാം നടത്തിയിട്ട് ടാസ്ക് കൊടുത്ത് ആദ്യം അവരയച്ചിരുന്ന വോയിസ് ഞാനവിടെ സേവ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് ചില ആളുകൾ വോയിസ് ഷെയർ ചെയ്യാതിരുന്നപ്പം ആദ്യ ദിവസങ്ങളിൽ എന്റെ ലൈഫിൽ ഇന്ന് മുതൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ചേഞ്ച് ആണ് ആ വോയിസ് അവർക്ക് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്തപ്പം അവരെന്നെ അവിടുന്ന് ഇറങ്ങി ഓടുന്ന സ്റ്റിക്കർ ഇട്ടിട്ട് ഓടി. കാരണം എന്താ, അവരെ കുറിച്ച് പറഞ്ഞ വാക്കുകള് 2 മാസം കഴിഞ്ഞ് അവർ തന്നെ കേട്ടപ്പോ, ഓ ഞാൻ തന്നെയായിരുന്നോ ഈ കമ്മിറ്റ്മെന്റ് ഒക്കെ കൊടുത്തിരുന്നത് എന്ന് അവർക്ക് തന്നെ സ്വയം തോന്നിപ്പോവുകയാണ്. അവിടെയാണ് കൺസിസ്റ്റൻസി പ്രധാനമാകുന്നത്. 1% ഗ്രോത്ത് മറ്റൊരാളുടെ ഇൻഫ്ലുവൻസിലാവരുത്, മറ്റൊരാളുടെ പ്രഷറിലാവരുത്. നമ്മളെ തന്നെ നമ്മൾ വേട്ടയാടുന്ന, നമുക്ക് തന്നെ ചേഞ്ച് ക്രിയേറ്റ് ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന 3 രംഗത്ത്, 3 മേഖലയിൽ, എസ്പെഷ്യലി 3 സ്കില്ലിൽ. കാരണം 3 സ്കില്ല് ഒരാളുടെ കയ്യിലുണ്ടോ അയാൾക്ക് ലോകത്ത് പലതും ചെയ്യാൻ പറ്റും ഈ ടെക്നോളജിയുടെ കാലത്ത്, സോഷ്യൽ മീഡിയയുടെ കാലത്ത്. ആ 3 സ്കില്ലിൽ ഏറ്റവും പ്രധാനമാണ് പ്രസന്റേഷൻ പ്ലസ് ക്യാമറ സ്കില്ല്. മൂന്നാമത്തെ നിങ്ങളുടെ പ്രൊഫഷനും നിങ്ങളുടെ ടാർഗറ്റും അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പം എന്തൊക്കെ ഇപ്പോ എന്റെ ഒരു ടാർഗറ്റ് ഉള്ളത് കണ്ടന്റ് റൈറ്റിംഗ് ആണ്. അപ്പൊ ഓരോ ദിവസവും സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ സ്ക്രിപ്റ്റിംഗ് നമ്മൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും നമ്മൾ ഉണ്ടാക്കുന്ന മാറ്റവും വളരെ വലുതാ. ഒരുപാട് പ്രാക്ടീസ് നമ്മൾ ചെയ്ത് ഒരു 100 ഡേയ്സ് ആ പ്രാക്ടീസ് ചെയ്താല് ഏതൊരു വിഷയത്തെ കുറിച്ച് ആലോചിച്ചാലും കൃത്യമായ സ്ക്രിപ്റ്റ് നമുക്ക് വരണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പ്രാക്ടീസിന് നമ്മൾ ഒരുങ്ങണം. സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. കാരണം ഒരുപാട് പറയുക എന്നതിൽ ഇതിൽ പ്രസക്തിയില്ല. നമുക്ക് വളരണമെന്നും എനിക്ക് അത്തരം ഒരു സ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നും ആരുടെയെങ്കിലും ഏതെങ്കിലും പെർഫോമൻസ് കണ്ടപ്പം നമുക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ അതിനെ നോട്ട് ചെയ്യുക. അതിന്റെ 1% ഗ്രോത്തിന് എന്റെ പേഴ്സണൽ ലൈഫിൽ ഡെയിലി ഞാൻ ഫോക്കസ് ചെയ്യേണ്ട വർക്കൗട്ട് എന്താണ്? ആ വർക്കൗട്ടിന് ഒരുപക്ഷെ 3 ബ്രീത്തിങ് ആവാം, എന്തുമാവാം, ഏതു മേഖലയും. അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, നമ്മുടെ സ്കില്ലിൽ ഉണ്ടാക്കുന്ന പെർഫോമൻസ്, നമ്മൾ എന്ന വ്യക്തിയിൽ ഉണ്ടാക്കുന്ന പേഴ്സണൽ ഗ്രോത്ത് അൺകൗണ്ടബിൾ ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്കൊരിക്കലും വില കുറച്ച് കാണിക്കാൻ കഴിയാത്ത, നമുക്കൊരിക്കലും പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഇമ്പാക്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു തലമാണ്. നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം എന്നുള്ളത് അതിന് ഒരുമിച്ച് ഒരിക്കലും അത് വർക്കൗട്ട് ആക്കാൻ കഴിയില്ല. ഒരുമിച്ച് ഒരിക്കലും അത് പൂർത്തീകരിക്കാൻ സാധ്യമല്ല. നമ്മൾ ഓരോ ദിവസം ചെറിയ 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 സ്റ്റെപ്പ് എടുത്താൽ അത് വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവും. വളരെ വലിയ ഒരു ചേഞ്ച് അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധ്യമാണ്. ആ സാധ്യത നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയണം. ഒരു സുഹൃത്ത്, പഴയകാല ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കൊക്കെ വന്നിരുന്ന ഒരു സുഹൃത്ത്, വീട്ടിൽ കിണറില്ല, കുറെ അപ്പുറത്താണ്, അവിടുന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്നു. എന്താ ചെയ്യാ, ഒരു 50,000 രൂപയെങ്കിലും അതിന് ചിലവ് വരും, ആ പണം കയ്യിലില്ല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം ഇതേ വിഷയം ചർച്ചയ്ക്ക് വെച്ചു. പേഴ്സണൽ ആയ ഒരു യാത്രയില് 1% ഗ്രോത്തിന്റെ വിഷയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് കിണറില്ലാത്ത വിഷയമാണ്. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു, ഒരു ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്കിലും രാവിലെയോ വൈകുന്നേരമോ എപ്പോഴോ സമയമുള്ളത് ആ സമയത്ത് ചെയ്യുക. അങ്ങനെ 6 മാസം കൊണ്ട് ഈ പറഞ്ഞ കിണർ അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കി. അതാണ് ഇന്ന് അവർ ഉപയോഗിക്കുന്ന അവരുടെ കുടിവെള്ളത്തിന്റെ സംവിധാനം. 1% ഗ്രോത്ത്, 1% ചേഞ്ച്, അതുണ്ടാക്കുന്നത് 100% റിസൾട്ട് ആണ്. ആ റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് കഴിയട്ടെ. തീരുമാനം നമ്മുടെ ഉള്ളിൽ നിന്നാണ്.
അതുകൊണ്ടാണ് എന്തിനെ ഫോക്കസ് ചെയ്യണം എന്ന് പറയാത്തത്. ഞാൻ പറഞ്ഞ 2 എന്റെ ഫോക്കസ് ഉള്ളതായത് കൊണ്ട് കൂടിയാണ്. നമ്മൾ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യുക. വലിയ മാറ്റം, വലിയ ചേഞ്ച് നമ്മൾ ക്രിയേറ്റ് ആവാൻ 1% ഗ്രോത്ത് വലിയ റിസൾട്ട് ഉണ്ടാക്കി തരുന്ന, ലോകത്ത് ഒരുപാട് ആളുകളുടെ വിഷയത്തിൽ വലിയ റിസൾട്ട് ഉണ്ടാക്കി കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രോത്ത് സ്ട്രാറ്റജിയാണ്. താങ്ക് യു.